ഇന്ത്യൻ നേവിയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിനെ അപേക്ഷിക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ട് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിന്റെ കീഴിലുള്ള അപ്രന്റീസ് ട്രെയിനിങ് സ്കൂളിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 15 ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് 15 ലാസ്റ്റ് ഡേറ്റ്, വീണ്ടും പറയുകയാണ്. അതുപോലെ തന്നെ അപ്രന്റീസ് ട്രെയിനിങ് സ്കൂളിലേക്ക് നാവൽ ഷിപ്പ്യാർഡ് ശ്രീ വിജയപുരത്തേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും പറയാനുള്ളത് ഇത് എൻറോൾമെൻറ്റ് ഫോർ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിന് വേണ്ടിയാണ് ശ്രദ്ധിച്ചിരിക്കുക. അപ്രന്റീസ്ഷിപ്പ് എന്ന ഒരു ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം അറിയാത്തവരുണ്ടെങ്കിൽ, ഏകദേശം ഒരു 1 ഇയർ പീരീഡിലേക്ക് നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം 1 ഇയർ കാണാൻ സാധിക്കും. 1 ഇയറിലേക്ക് നിങ്ങൾക്ക് നേവിൻ്റെ ഭാഗമാകാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്നിട്ട് അവിടെ നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ലീവ് ചെയ്ത് വരേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാസം സ്റ്റൈപ്പൻഡ് പോലെ ചെറിയൊരു എമൗണ്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് ചെറിയൊരു എമൗണ്ടേ ലഭിക്കത്തുള്ളൂ. ആ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അതിനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റൈപ്പൻഡ് അത് ലഭിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരേണ്ടി വരും. പിന്നെ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് മറ്റു സ്ഥലത്ത് എക്സ്പീരിയൻസ് പോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് സംഭവം എന്ന് മനസ്സിലാക്കുക. 50 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫിറ്റർ വന്നിട്ടുണ്ട്, ഒരു ട്രേഡാണ് പറയുന്നത്. ഫിറ്റർ വന്നിട്ടുണ്ട് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് വന്നിട്ടുണ്ട്, ഒരു ട്രേഡാണ്. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ, മെക്കാനിക് ഡീസൽ വന്നിട്ടുണ്ട്, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് വന്നിട്ടുണ്ട്, പിന്നെ മെഷീനിസ്റ്റ് വന്നിട്ടുണ്ട്, പാസ വന്നിട്ടുണ്ട്, അതുപോലെ വെൽഡർ വന്നിട്ടുണ്ട്, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കലാണ്, പിന്നെ മെക്കാനിക് റിഫ്രിജറേഷൻ AC വന്നിട്ടുണ്ട്, അതുപോലെ ഷിപ്പ്രൈറ്റ് വന്നിട്ടുണ്ട്, പിന്നെ പൈപ്പ് ഫിറ്റർ വന്നിട്ടുണ്ട്. ഇത്രയും പോസ്റ്റുകളാണ്, ഇത്രയും ട്രേഡുകളാണ് വന്നിട്ടുള്ളത്. ഇതിന് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. IT 02 ബാച്ചിലേക്ക് ഇപ്പോൾ ഇതിന് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ പറയും ഇവിടെ കാണാൻ സാധിക്കും. മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ITI കൂടി നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള സമാന മേഖലയിൽ ITI കൂടി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. മിനിമം ഏജ് 18 വയസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാനും അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ഥിര ജോലിയല്ല, താല്പര്യമുള്ളവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. വീണ്ടും പറയുകയാണ്, അപ്രന്റീസ്ഷിപ്പാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് പറയാം. നിങ്ങൾക്ക് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് മെഡിക്കലും കാര്യങ്ങളും അതൊക്കെ പാസ്സാവുന്നവർക്ക് മെഡിക്കലും കാര്യങ്ങളൊക്കെ ആ ഒരു ലെവലിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എങ്കിലും വീണ്ടും പറയാണ്, ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കി അപേക്ഷ സമർപ്പിക്കുക. നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. പെർമനന്റ് ജോബല്ല, താൽക്കാലിക ജോബാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ശ്രീ വിജയപുരത്തേക്കാണ് നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടി പോകേണ്ടി വരിക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. പലരും ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റി. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ 1000 GK ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റ് ആണിത്. ഇന്ത്യൻ പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, അതുപോലെ ബയോളജി ആൻഡ് എൻവിറോൺമെന്റ്, അതുപോലെ ആർട്ട്, കൾച്ചർ ആൻഡ് അവാർഡ്സ്, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, ഗവൺമെന്റ് സ്കീം ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ, അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും, പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ. ഇങ്ങനെ ഏകദേശം 1000 ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. GK എന്ന് ഹൈ ചാൻസ്, SSC പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം 10 ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ 100 ചോദ്യം വെച്ച് പഠിക്കാം. ഒരു ദിവസം 100 പഠിക്കുന്നു, രണ്ടാമത്തെ ദിവസം 100 പഠിക്കുന്നു, മൂന്നാമത്തെ ദിവസം 100 പഠിക്കുന്നു. അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 1000 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും. സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. ആർമിയുടെ PDF നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ്. എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാങ്ങാനുള്ള ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും. അവിടുന്ന് ഇതിൻ്റെ പേയ്മെന്റ് ഉണ്ട്, 99 രൂപയാണ്. അത് പേയ്മെന്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു PDF ലഭിക്കുന്നതായിരിക്കും. സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.